എന്താ അവിടെ ഒരു സംസാരം? താൻ പോയിട്ട് നാളെ വാ. രാജേന്ദ്ര, വണ്ടി എടുക്ക്. അതിന് മാഡത്തിന് 12 മണിക്കല്ലേ പ്രോഗ്രാം ഉള്ളൂ? 12 മണിക്കാണോ 1 മണിക്കാണോ താനാണോ നിശ്ചയിക്കുന്നത്? മാഡത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ല, വീട്ടിൽ പോണം. അതെയോ? ഇന്നത്തെ ദിവസം ഇനി മാഡം സന്ദർശകരെ സ്വീകരിക്കുന്നല്ല. റവന്യൂ റിക്കവറി നടപടികളൊക്കെ ഇനി മാഡം വന്നതിന് ശേഷം മാത്രം. എല്ലാരും വീട്ടിൽ പൊക്കോളൂ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? രാജപ്പ, മാഡത്തിന്റെ പെട്ടിങ് എടുത്തോളൂ. പുരുഷോത്തമ, നാളെ വാ. പെട്ടിങ് എടുക്ക. അതിനാ ഞാൻ ഇവിടെ ഉള്ളത്. മാഡത്തിന്റെ അമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പ്രാർത്ഥിച്ചോളാം. അതെ, എന്റെ സസ്പെൻഷൻ ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് പേനുണ്ട്, ഇതിലൊന്ന് ഒപ്പിട്ട് എന്നിട്ട് എന്താടാ നിന്റെ മാഡത്തിന്റെ ഒപ്പം നീ പോവാത്തത്? മാഡത്തിന്റെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, വീട്ടിൽ പോയതാ. 2 ദിവസം കഴിഞ്ഞേ വരൂ. എത്ര ദിവസം കഴിഞ്ഞേ വരൂ? 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4. തള്ള തട്ടിപ്പോയ അടിയന്തരം കഴിഞ്ഞേ വരൂ. ഉർമീസേ, സർക്കാർ വിളിക്കടാ തേക്കിന്റെ ആളുകളെ, മുറിക്കടാ പറമ്പിലുള്ള തേക്കുകളൊക്കെ. അയ്യോ, തേക്ക് മുറിച്ച എന്റെ പണി പോവും. മുറിച്ചില്ല, ഞങ്ങൾ പട്ടിണിയാവും. നിലവറക്കകത്ത് എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞത്? ചെമ്പ്, പിച്ചള, വാർപ്പ്, പാത്രങ്ങളെല്ലാം കൂടെ 4-5 ലക്ഷം രൂപ വരും. കുമാരാ, എടുക്കടാ കട്ടപ്പാര. ഇപ്പൊ തന്നെ നിലവറ കുത്തിപ്പൊളിക്കടാ. ഇതിപ്പോ സസ്പെൻഷൻ മാറി ഡിസ്മിസൽ ആവുന്നാ തോന്നണേ. ഈശ്വര.